എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രണ്ടാമത്തെ കാർ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് മെഴ്സിഡസ് ബെൻസിൻ്റെ C250 AMG ലൈനാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കാറാണ്. ജർമ്മനിയിൽ നമ്മളിതുപോലെ വേറെ കാറുകളൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസിൽ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഈ കാർ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻഷുറൻസിലും ഞാൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഓടിച്ചിട്ടുള്ളതും ഒരുപാട് സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളും ബെൽജിയം, ലുക്സംബർഗ് അങ്ങനെ പല രാജ്യങ്ങളിൽ ഞാൻ കൊണ്ടുപോയിട്ടുള്ളതായിട്ടുള്ളൊരു കാറാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി നന്നായിട്ട് പരിചയമുള്ള കാറാണ്. അതുകൊണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 പോസിറ്റീവ്സും 5 നെഗറ്റീവ്സും ഈ കാറിന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഴ്സിഡസ് ബെൻസിൻ്റെ C250 AMG ലൈൻ വേരിയൻ്റ് ആണ്. സി ക്ലാസ്സിന് തന്നെ 180, 200, 220 അങ്ങനെ പല വേരിയൻസ് ഉണ്ട്. 250 എന്ന് പറയുന്നത് ആക്ച്വലി പവർ കൂടിയൊരു വേരിയൻറ്റിൽ പെട്ടൊരു സാധനമാണ്. അതിൽ തന്നെ AMG ലൈൻ എന്ന് പറഞ്ഞാൽ കുറേ ചേഞ്ചസ് ഉണ്ട്. അതിൻ്റെ അകത്ത് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. അതുകൂടാതെ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ഉണ്ട്, കുറേ ക്രോം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലോവേഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൂടാതെ ഡുവൽ എക്സോസ്റ്റ്, ക്രോം എക്സോസ്റ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി AMG ലൈനിൽ വരുന്നുണ്ട്. പിന്നെ ആക്സിലറേറ്റർ പെഡൽ, ബ്രേക്ക് പെഡൽ ഇതൊക്കെ കുറച്ച് സ്പോർട്ടിയാണ്. ഡ്രൈവിംഗ് ഡൈനാമിക്സിലും കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം സ്റ്റിയറിംഗ് കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ളൊരു സെറ്റിംഗ് കൂടിയാണ് AMG ലൈനിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് AMG ലൈനിൽ വരുന്ന മെയിൻ ഡിഫറൻസസ്. ഈ C250 വരുന്നത് 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 211 PS പവറും 350 ന്യൂട്ടൺ മീറ്ററും ടോർക്കുള്ള ഒരു വളരെ പെർക്കി ആയിട്ടുള്ള എഞ്ചിനാണ് C250 വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഡ്രൈവറെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സാണ്. അതിന് വേണ്ടിയിട്ടുള്ള ക്യാമറകളൊക്കെയാണ് കാണുന്നത്. ലെയിൻ അസിസ്റ്റ്, ലെയിൻ മാർക്ക് ചെയ്യാനും വേറെ ഒബ്ജക്ട്സിനെ കണ്ടുപിടിക്കാനും പിന്നെ മുമ്പുള്ള കാറിൻ്റെ സ്പീഡ് കണ്ടുപിടിച്ച് നമുക്ക് ബ്രേക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള റഡാറാണ് ഈ ലോഗോയുടെ അടിയിൽ. അതിൻ്റെ മുകളിലൊരു ക്യാമറയുണ്ട്, മിററിൻ്റെ താഴെ ക്യാമറയുണ്ട്, അതുപോലെ റിവേഴ്സ് നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലൊരു ക്യാമറയുണ്ട്. അങ്ങനെ നിറച്ച് ക്യാമറകളൊക്കെ ഉള്ളൊരു കാർ കൂടിയാണിത് C250. അതിൻ്റെ ക്യാമറകളുടെ സെറ്റപ്പാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ അകത്തുള്ള സ്ക്രീനിൽ നമുക്ക് ഓൾമോസ്റ്റ് കാറിൻ്റെ 360 ഡിഗ്രി ചുറ്റും കാണാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല കാറുകൾക്കും ഉണ്ട്. എന്നാൽ ഇത് 2016 മോഡൽ കാറാണ്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഇത് ഫ്രണ്ട് വ്യൂ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ളൊരു ടോപ്പ് വ്യൂ കിട്ടും. നമ്മൾ എന്തെങ്കിലും കല്ലിലൊക്കെ ഇടിക്കാൻ പോകുന്ന അറിയാം. 2 സൈഡും ഫ്രണ്ടിൽ നിന്നുള്ള കാണാം. അതുപോലെ 2 സൈഡും ബാക്കിൽ നിന്നുള്ള കാണാം. മുകളിൽ നിന്നുള്ള വ്യൂ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി കാണുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് ഉള്ള ടോപ്പ് വ്യൂ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇത് ബാക്ക് നോർമൽ റിയർ വ്യൂ ക്യാമറ. അങ്ങനെ നമുക്ക് ഫുൾ ചുറ്റും പുറം മുഴുവൻ നമുക്ക് കണ്ട് നമുക്ക് സേഫായിട്ട് കാറ് കൊണ്ടു നടക്കാനുള്ളൊരു സൗകര്യം ഈ കാറിൻ്റെ അത് ഈ ക്യാമറകളെല്ലാം കാറുണ്ട്. നമുക്കിപ്പോൾ ഒരു ജംഗ്ഷനിലൊക്കെ വന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും പുറം മുഴുവൻ ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് അത് തന്നെയാണ് നമ്പർ 1. ഇനി ഇതുപോലത്തെ ഫീച്ചേഴ്സ് എല്ലാം വെച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. താഴെ നമ്മൾ ആ P എന്നുള്ള ആരോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് സ്പോട്ട് വലതുവശത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ആരോ തെളിയും. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു പാർക്കിംഗ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്തു. ആ ആരോ ആണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഓട്ടോ പാർക്കിന് വേണ്ടിയിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാറിന് തന്നെത്താനെ പാർക്ക് ചെയ്യാൻ പോകണം. നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ കാർ തന്നെ ടേക്ക് ഓവർ ചെയ്തു. ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. കാറ് പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ചു. അങ്ങോട്ടേക്ക് കയറാനുള്ള ട്രജക്ടറിയൊക്കെ തന്നെത്താനെ മാപ്പ് ചെയ്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് നമ്മൾ ആക്സിലറേറ്ററും അതുകൂടാതെ ഗിയറും നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കണം. പക്ഷേ അത് ഏത് കാണിക്കും, ഫ്രണ്ട് ഗിയറിലേക്ക് ഇടുക, റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക എന്ന് ഇത് കാണിച്ചാൽ അത് ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി സ്റ്റിയറിംഗ് അതാണല്ലോ ടഫ്. പാരലൽ പാർക്കിംഗ് ഒക്കെ വരുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം അതാണ്. അത് മുഴുവൻ കാറ് തന്നെ ടേക്ക് ഓവർ ചെയ്തോളും. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. ഇത്രയും സെൻസറും ക്യാമറയൊക്കെ ഉള്ള കാരണം കാറിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേ പാർക്കിങ്ങിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ കൂടെ നമുക്ക് കണ്ടുവെക്കാം. ഇത്തിരി സ്പീഡപ്പ് ചെയ്തിരിക്കുന്നൊരു വ്യൂ ആണ്. ഇങ്ങനെ വരുന്നു. പാർക്കിംഗ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആരോ കളയും. നമ്മൾ ജസ്റ്റ് പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ മനുഷ്യർ കയറ്റിയിടുന്നതിനേക്കാളും ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെയാണ് കാറ് തന്നെ അവിടെ കയറ്റിയിടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ബ്രേക്കിലോ ആക്സിലറേറ്ററിലോ ചവിട്ടുന്നില്ല. നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാം. ഇതുപോലെ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക് അല്ലെങ്കിൽ ഹൈവേയിലാണെങ്കിൽ കൂടി ഫ്രണ്ടിൽ പോകുന്ന കാർ ബ്രേക്ക് ചവിട്ടിയാൽ നമ്മൾ തന്നെ ബ്രേക്ക് ചവിട്ടും. ഫ്രണ്ടിൽ പോകുന്ന കാർ എടുത്തു പോയി കഴിഞ്ഞാൽ അതേ സ്പീഡിൽ നമ്മൾ എടുത്തു പോകും. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് പോകും. നമ്മൾ പ്രത്യേകിച്ച് ഇതുപോലത്തെ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക് ജാമൊക്കെ വരുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. നമ്മളൊന്നും ചെയ്യണം, ജസ്റ്റ് സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. സ്റ്റിയറിംഗും നമ്മൾ ലൈനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്ത് നമുക്ക് വാണിംഗ് വരും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. ഓൾമോസ്റ്റ് ഓട്ടോണമസ് തന്നെ ആയിക്കഴിഞ്ഞു ഈ കാർ. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ആ സിസ്റ്റം ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ കൂടി, അതായത് കാർ തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സെറ്റിങ്ങിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്, മുമ്പിൽ പോകുന്ന വണ്ടി സ്ലോ ചെയ്യാണ്, നമ്മൾ സ്ലോ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അകത്ത് വാണിംഗ് തരികയും അതുകൂടാതെ ഓട്ടോമാറ്റിക്കലി ഓട്ടോ എമർജൻസി ബ്രേക്ക് AEB അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്ററിൽ ഒരു വാർണിംഗ് ട്രയാങ്കിൾ തെളിയും. കാരണം ഞാൻ
ബ്രേക്ക് ഔട്ടാതെ ഇരിക്കുകയായിരുന്നു, മുമ്പിൽ പോണ വണ്ടി സ്ലോ ആയപ്പോൾ വാണിംഗ് കളഞ്ഞു. ഒരു ഓഡിബിൾ ആയിട്ടുള്ളൊരു വാണിംഗ് തന്നു, കാർ തന്നെ ബ്രേക്ക് ഔട്ട് നിർത്തി. എല്ലാ കാറുകൾക്കും ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അകത്തെയും പുറത്തെയും മിററിൽ കാണാൻ പറ്റാത്ത ഒരു കുറച്ച് ഏരിയയാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ തരുന്ന വാണിംഗ് ആണ് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ. അപ്പോൾ ഈ മിററിൽ വലത്തെ അറ്റത്തായിട്ട് കാണുന്ന ഒരു ട്രയാങ്കിൾ, നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ ആരെങ്കിലും വന്നാൽ അവിടെ ലൈറ്റ് തെളിയും. ആ ലൈറ്റ് തെളിഞ്ഞ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് തിരിയാൻ ഇൻഡിക്കേറ്റർ ഇട്ടാൽ അത് വാണിംഗ് തരും. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാർ വന്നു, ഞാൻ അങ്ങോട്ടേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ അവിടെ വാണിംഗ് തെളിഞ്ഞു. ഞാൻ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത വഴി ലൈറ്റ് അവിടെ തെളിഞ്ഞ് കിടക്കും. അപ്പോൾ അടുത്ത പോയിന്റ് ഇതിന്റെ പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. C250 പ്രത്യേകിച്ച് ഈ AMG ലൈനിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ AMG ലൈനിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതൊരു സ്പോർട്ടി സസ്പെൻഷനാണ്, ലോവേർഡ് സസ്പെൻഷനാണ്. അതുകൂടാതെ ഇതിന്റെ സ്റ്റിയറിംഗും ഒരു സ്റ്റിഫർ സെറ്റപ്പാണ് AMG ലൈനിൽ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ സ്പോർട്സ് പ്ലസ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിലെ ഔട്ടോബാനിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പോർട്സ് പ്ലസ് മോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു 2 ഗിയർ താഴെയൊക്കെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പോകുന്ന ഓൾമോസ്റ്റ് 100 km/h. സാധാരണ ഒരു കംഫർട്ട് മോഡിലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 7th ഗിയറിൽ പോകേണ്ട വണ്ടിയാണ്. പക്ഷേ ഇതിപ്പോൾ 4th ഗിയർ പ്രീ സെലക്ട് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ആക്സിലറേറ്റർ കൊടുത്താൽ അപ്പം തന്നെ ആ കുതിച്ച് പോകാൻ വേണ്ടിയിട്ട് 4th ഗിയർ സെലക്ടഡ് ആയിട്ട് ഇങ്ങനെ ഇരച്ച് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് സ്പോർട്സ് പ്ലസിൽ. വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. നമുക്ക് ശരിക്കും ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ഫീൽ തന്നെ ഇതിനുണ്ടെന്ന് കണ്ണും പൂട്ടി പറയാൻ പറ്റും. അത്രയും നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ. സ്റ്റിയറിംഗിന്റെ ഫീഡ്ബാക്ക് നല്ലതാണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് AMG ലൈനിൽ വരുന്നത്. ഇത് കൂടാതെ പാഡിൽ ഷിഫ്റ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ സ്പോർട്സ് പ്ലസ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗിയർ നമുക്ക് പറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഇത് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ കാല് കൊടുത്ത് പറന്നങ്ങ് പോകാനുള്ള ഫ്രീഡം നമുക്ക് ഈ പാഡിൽ ഷിഫ്റ്റ് തരുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് C250യുടെ. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലുക്കാണ്. ഒരു മിനി എസ് ക്ലാസ് എന്ന് തന്നെ പറയാം ഈ C ക്ലാസ്. പ്രത്യേകിച്ച് ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ എസ് ക്ലാസ് പോലെ തന്നെ ഇരിക്കുന്നു. വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് C ക്ലാസിൻ്റെ. പ്രത്യേകിച്ച് വെള്ള നിറത്തോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമുണ്ട്. വളരെ ഭംഗിയുള്ളൊരു വേർഷനാണ് C ക്ലാസ് ഇൻ ജനറൽ. AMG ലൈൻ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഭംഗിയാണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും വളരെ എന്താ പറയുക അപ്പീൽ ചെയ്യുന്ന ഒരു ലുക്കാണ്. അതുകൊണ്ട് തന്നെ അതാണ് പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 4 എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനാണ്. മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് ഈ എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ ടർബോ പെട്രോളാണ്. 211 PS പവറും 350 Nm ടോർക്കും ഉള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ റെസ്പോൺസിന് പുറമെ തന്നെ നമുക്ക് പല മോഡുകളുണ്ട്. ഇക്കോ മോഡ്, കംഫർട്ട്, സ്പോർട്ട് പ്ലസ്, ഇൻഡിവിജ്വൽ. ഇതിൽ ഓരോന്നിനും നമുക്ക് സ്റ്റിയറിംഗ് റെസ്പോൺസ് എങ്ങനെ, എഞ്ചിൻ റെസ്പോൺസ് എങ്ങനെ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും. ഇതുകൂടാതെ നല്ലൊരു ആക്സിലറേഷനും വളരെ നല്ലൊരു സൗണ്ടും ഉള്ള എഞ്ചിൻ കൂടിയാണ് C250 പെട്രോൾ. പോയിന്റ് നമ്പർ 5 എന്ന് പറയുന്നത് ഇതിൻ്റെ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സാണ്. ഈ കാറിൻ്റെ കൂടെ ഒരു മൊബൈൽ ആപ്പുണ്ട്. ആ ആപ്പ് വഴി നമുക്ക് കാറിൻ്റെ പല സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ. ഇപ്പോൾ ഏതൊക്കെ കാറുകൾ, ഏതൊക്കെ ഡോർ ലോക്ക്ഡ് ആണ്, ലോക്ക് സ്റ്റാറ്റസ്, വിൻഡോ, സൺറൂഫിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് കാറിൻ്റെ ടയർ പ്രഷറുകൾ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കാറിൻ്റെ ഇപ്പോഴത്തെ ട്രിപ്പ് ഡേറ്റ, നമ്മൾ റേഞ്ച് എത്രയാണ്, ഫ്യൂവൽ എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അടുത്ത സർവീസിന് എപ്പോഴാണ് ഡ്യൂ എന്നുള്ള കാര്യങ്ങളും, ഓരോരോ ഓയില്, ബാക്കി കാര്യങ്ങളുടെയൊക്കെ സ്റ്റാറ്റസ്, അതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം. കൂളൻ്റ്, വാഷർ ഫ്ലൂയിഡ്, പിന്നെ കാറിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ലൊക്കേഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിയൽ ടൈമായിട്ട് കാണാം. അതുകൂടാതെ തന്നെ വിർച്വൽ ഫെൻസിങ്, അതിന് ജിയോ ഫെൻസിങ് എന്നാണ് മെഴ്സിഡസ് ബെൻസ് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഉണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ജിയോ ഫെൻസിങ്, ആ ഫെൻസിന് പുറത്ത് കാർ പോയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും കൂടെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പും ഇതിൻ്റെ കൂടെ ഉണ്ട്. ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഗ്ലൗ ബോക്സിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. മുമ്പിൽ ഒരാൾ നോർമലി ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്നാൽ അയാൾക്ക് ഒരു രീതിയിലും ഗ്ലൗ ബോക്സ് തുറക്കാൻ പറ്റില്ല, നമ്മുടെ കാലിൽ ഇടിച്ച് നിൽക്കും.
ഇത് മെഴ്സിഡസ് ബെൻസ് പോലത്തെ ഒരു ബ്രാൻഡ് ഇങ്ങനത്തെ ഒരു ചെറിയ ഡിസൈൻ ഫ്ലോ കാണിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ നമ്മുടെ മുട്ടിൽ ഇടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പോയിന്റ് നമ്പർ 1 ആയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ നെഗറ്റീവ് പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് നാവിഗേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻ ജനറൽ മൾട്ടിമീഡിയ സിസ്റ്റത്തിൻ്റെ ഒരു ഡിലേ ആണ്. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ ഈ നാവിഗേഷൻ പറയുന്നുണ്ട് ഞാൻ ആ ജംഗ്ഷനിൽ ചെന്നിട്ട് ലെഫ്റ്റ് പോകണമെന്ന്. അപ്പോൾ അവിടെ എന്തെങ്കിലും കാരണവശാൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ പോലീസ് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കാൻ പറ്റിയില്ല, ഞാൻ പകരം റൈറ്റാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത പോസിബിൾ റൂട്ട് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ നാവിഗേഷൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇത് ഈ ക്ലാസ്സിൽ തന്നെയുള്ള പഴയ പല വണ്ടികളെക്കാളും ഒരുപാട് സമയം കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കാൽക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞ് മുകളിൽ തെളിയും. അതിനി പുതിയൊരു റൂട്ട് സജസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇത് ചില ക്രിട്ടിക്കൽ സമയത്തൊക്കെ നമുക്കിപ്പോൾ ഹൈവേന്ന് എക്സിറ്റ് ഇറങ്ങുകയാണ്, നമുക്ക് ആ എക്സിറ്റ് മിസ്സായി, അടുത്ത എക്സിറ്റ് എവിടെ നിന്നാണെന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ നാവിഗേഷൻ സിസ്റ്റം സാധാരണയിൽ കൂടുതൽ സമയം എടുക്കുന്നതായിട്ടാണ് കണ്ടേക്കുന്നത്. നാവിഗേഷൻ മാത്രമല്ല, ഇൻ ജനറൽ മൾട്ടിമീഡിയ സിസ്റ്റം സോങ് സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ഒരു കുറച്ച് ഡിലേ ഉണ്ട്. ആ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തേർഡ് നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഹെഡ് ലാമ്പ്സ് ആണ്. ഇത് LED ഹെഡ് ലാമ്പാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. 30,000 മണിക്കൂറോളം ലൈഫും നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ബെൻസിൽ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഒരു LED, ഇത് പല LEDs ഒരു ഹെഡ് ലാമ്പിൽ തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു LED പോയി കഴിഞ്ഞാൽ ഫുൾ സെറ്റായിട്ട് മാറണം. അത് കൂടാതെ തന്നെ ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ മറ്റേ സൈഡും കൂടി ഒരുമിച്ച് മാറുന്ന ഒരു പതിവാണ് ഇവിടെ കാണുന്നത്. രണ്ടും കൂടെ കൂടി ഒരു 3 ലക്ഷം രൂപയൊക്കെ ഹെഡ് ലാമ്പിന് മാത്രം ചിലവാകും. അതൊരു വലിയൊരു കോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവാണ്. പ്ലസ് ഇതിന് ഓട്ടോമാറ്റിക് ഡിം ബ്രൈറ്റ് ഉണ്ട്. ചെറിയ ബൈക്കൊക്കെ വരുമ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്യാതെ ബ്രൈറ്റായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സെനാരിയോ 1-2 തവണ കണ്ടു. അപ്പോൾ ഈ 2 കാര്യങ്ങളുമാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ സംബന്ധിച്ചൊരു ചെറിയ പ്രശ്നമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നെഗറ്റീവ് പോയിന്റ് നമ്പർ 3 ആയിട്ടുള്ളത്. നെഗറ്റീവ്സിൽ പോയിന്റ് നമ്പർ 4 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാഗേർഡ് വീൽ സെറ്റപ്പാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിഫറൻറ്റ് സൈസ് ടയർ യൂസ് ചെയ്യുന്നതിനാണ് സ്റ്റാഗേർഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് ഫ്രണ്ടിൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ 225, 45, 18 ഇഞ്ച് 225 മില്ലിമീറ്ററാണ് അതിൻ്റെ വിഡ്ത്ത്. പക്ഷേ നമ്മൾ ബാക്കിലത്തെ ടയർ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ടയർ 245 മില്ലിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ടയറുകൾ തമ്മിൽ സൈസിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് എൻ്റെ ബാക്കിലത്തെ ടയർ 245, 40, R18 എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ 2 ടയറും വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് ടയർ റൊട്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. ടയർ മേടിക്കുമ്പോൾ എല്ലാം സെപ്പറേറ്റ് ടയർ മേടിക്കണം. നമുക്ക് മാറ്റി ഇടാനും പറ്റില്ല. കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വേറെ ഓപ്ഷനൊന്നുമില്ല, നമുക്ക് മൊത്തത്തിലൊരു സൈഡ് അങ്ങ് മാറുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് അതും ഒരു നെഗറ്റീവാണ്. ലാസ്റ്റ് നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ബെൻസ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. എന്തിനാണ് ഈ വണ്ടിക്കകത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു വണ്ടികളിലും ഈ ക്ലാസ്സിലുള്ളതിലില്ല. പിന്നെ ഇത് ഉള്ളതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ എസ്പെഷ്യലി ഈ വണ്ടിയുടെ ഇൻസ്പെക്ഷൻ എല്ലാ 2 വർഷം കൂടുമ്പോഴും ജർമ്മനിയിൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. ആ ഇൻസ്പെക്ഷന് പോകുമ്പോൾ ഈ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് കഴിഞ്ഞെങ്കിൽ നമ്മളത് വീണ്ടും മാറിക്കൊണ്ടിരിക്കണം. 2 വർഷം കൂടുമ്പോൾ നമ്മൾ പുതിയ ഫയർ എക്സ്റ്റിങ്ക്വിഷർ മേടിച്ച് കാറിനകത്ത് സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ആവശ്യമില്ലാത്ത എക്സ്ട്രാ കോസ്റ്റൊക്കെ ബെൻസ് ചെയ്തിരിക്കുന്നവരും വന്നിട്ടുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് ഈ പാർക്കിംഗ് ബ്രേക്കിൻ്റെ പൊസിഷൻ. സാധാരണ നമ്മൾ കാറുകളിൽ കാണുന്ന ഒരു സ്ഥലത്തെ അല്ല, ഇവിടെ നമ്മുടെ ഫുട് വെല്ലിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒരു വിയേർഡ് പ്ലേസിലാണ് ഇവർ പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. അതത്ര ഒരു ഫെമിലിയർ ആയിട്ടുള്ള ലൊക്കേഷൻ അല്ല. അതുകൊണ്ട് തന്നെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ മറ്റൊരു പ്രശ്നമുള്ളതാണ് ബൂട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ സ്പെയർ വീൽ ഇല്ല. നമുക്കതിന് പകരം ഒരു ഇലക്ട്രോണിക് കംപ്രസറും ഒരു സീലൻറ്റും ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇതിനു മുമ്പ് Audi A5 വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നല്ല പ്രവണത അല്ല. ഇൻ ജനറൽ സ്റ്റെപ്പിനി അല്ലെങ്കിൽ സ്പെയർ വീൽ എല്ലാവർക്കും ഒരു എമർജൻസി വരുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതും ഈ വണ്ടിയിലില്ല. അതുകൊണ്ട് അതും ഒരു നെഗറ്റീവ് തന്നെയാണ്, അറ്റ്ലീസ്റ്റ് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു മെഴ്സിഡസ് ബെൻസ് C250 AMG ലൈനെ പറ്റിയുള്ള എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനൊരു ഡ്രൈവ് പോയിട്ട് വരാം. ഓക്കെ, ബൈ.